വീണ്ടും കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ചിത്രവുമായി ഗവർണർ. രാജ്ഭവനിൽ നടന്ന യോഗാ ദിനാചരണ പരിപാടിയിലും കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ചിത്രം. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, ഈ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തുന്ന, നിലവിളക്ക് തെളിയിക്കുന്ന ആ ചിത്രങ്ങൾ ഗവർണർ പങ്കുവച്ചിട്ടുണ്ടല്ലോ. അതായത് ഗവർണർ ഉറപ്പിച്ചു തന്നെയാണ്. അനുജ, ഉറപ്പായിട്ടും. അതായത് ഗവർണർ സർക്കാർ പോര് സീസൺ 2 അതിന് കാരണമായത് കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ചിത്രവിവാദമായിരുന്നു. ആദ്യം കൃഷി വകുപ്പിന്റെ പരിപാടി രാജ്ഭവനിൽ നിന്ന് മാറ്റി, പിന്നീട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ പരിപാടിയിൽ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോകുന്നു. അതിനുശേഷം സംസ്ഥാന സർക്കാരും രാജ്ഭവനും ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ള നിലപാട് കടുപ്പിച്ച് നിൽക്കുകയാണ്. അതൊരു രാഷ്ട്രീയ വിഷയമായി കൂടി മാറുകയും ചെയ്തിരുന്നു. ഭാരതാംബയുടെ ചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്താതെ പരിപാടികൾ നടത്തില്ല എന്നുള്ള ഉറച്ച നിലപാടിലാണ് ഗവർണർ. അതേസമയം ഗവർണർ നടത്തുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. RSSന്റെ ഭാരതാംബയെ കേരളത്തിൽ പ്രതിഷ്ഠിക്കാനുള്ള ഗവർണറുടെ നീക്കം എന്നുള്ള കുറ്റപ്പെടുത്തൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിൽ എന്താണ് തുടർ നീക്കമെന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സമയത്താണ് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി ഇന്ന് രാജ്ഭവനിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ വീണ്ടും കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രത്തിൽ വിളക്ക് കൊളുത്തി പുഷ്പാർച്ചന നടത്തിയ പരിപാടി ആരംഭിച്ചത്. ആ ചിത്രം രാജ്ഭവൻ തന്നെ പുറത്തുവിടുകയും ചെയ്തു. സ്വാഭാവികമായും ഇതൊരു സന്ദേശമായി വ്യാഖ്യാനിക്കപ്പെടും. ഗവർണർ ആ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല, അതിൽ ഉറച്ചു നിൽക്കുന്നു. സംസ്ഥാന സർക്കാർ ഇനി ഏത് വഴി തേടിയാലും ഗവർണർ പിന്നോട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് ആ ചിത്രം പുറത്തുവിടുന്നതിലൂടെ രാജ്ഭവൻ വ്യക്തമാക്കുന്ന കാര്യം. അതേസമയം ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു അനൗദ്യോഗിക യോഗം ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഗവർണർക്കെതിരെ ഇനി എന്ത് തുടർ നീക്കം എന്നുള്ളതിന് നിയമോപദേശം തേടി നിയമ സെക്രട്ടറിയെ സമീപിച്ചത്. അതിന്റെ അടക്കം നിയമോപദേശം ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിന് ലഭിച്ചേക്കും. ഇന്ന് അക്കാര്യത്തിൽ ഒരു കൂടിക്കാഴ്ചയുണ്ടാകും മുഖ്യമന്ത്രിയും ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്നിട്ട്. അതിനുശേഷമായിരിക്കും ആ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ എന്തു വേണം എന്നുള്ള നിലപാടെടുക്കുക. അതേസമയം ഈ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രോട്ടോകോൾ ലംഘനത്തിൽ മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും രാജ്ഭവൻ നോട്ടീസ് അയക്കുമോ എന്നുള്ള കാര്യത്തിലും ഇന്ന് തീരുമാനം അറിയാം. അനുജ, ഷഫീദ്, ഇതിപ്പോൾ ഒരു സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടി എന്ന തരത്തിലേക്ക് ഇതിനെ പറയാൻ കഴിയില്ല. പക്ഷേ ഇത് ഷഫീദ് പറഞ്ഞതുപോലെ തന്നെ ഒരു സന്ദേശം നൽകലാണ്. എന്ത് പരിപാടി ഉണ്ടായാലും ഈ ഒരു ചിത്രം അവിടെ ഉണ്ടാകും, പുഷ്പാർച്ചനയും നിലവിളക്ക് തെളിയിക്കലും അവിടെ ഉണ്ടാകും എന്നുള്ളത് അത് കാണിച്ചു തരികയാണ് ഗവർണർ. അനുജ, ഇന്റർനാഷണൽ യോഗ ഡേ കേരള എന്നുള്ളതാണ്, കേരള രാജ്ഭവൻ എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ, അതല്ലെങ്കിൽ സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടി, അല്ലെങ്കിലും സ്റ്റേറ്റ് ആസ് ആൻ എക്സിക്യൂട്ടീവ് സ്റ്റേറ്റിന്റെ ഔദ്യോഗിക പരിപാടി ഒരു പക്ഷേ നമുക്കതിനെ വ്യാഖ്യാനിക്കപ്പെടാം. അങ്ങനെ ഇതിനെ പറയുന്ന ആളുകളുണ്ട്. പക്ഷേ നിലവിൽ ഈ സാഹചര്യത്തിൽ നമ്മൾ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്ഭവനിൽ നടത്തുന്ന പരിപാടിയിൽ വിവാദമായിട്ടുള്ള കാവിക്കൊടി ഏന്തിയ ഭാരതാംബ ചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തിയ ആ പരിപാടി തുടങ്ങുകയുള്ളൂ എന്നുള്ള പ്രത്യക്ഷ സന്ദേശം അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രാജ്ഭവൻ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിവാദം ഇങ്ങനെ കത്തിക്കയറി അതിങ്ങനെ അതിന്റെ എല്ലാ അവസ്ഥയിലും നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ രാജ്ഭവൻ വീണ്ടും ഈ ചിത്രം പുറത്തുവിടുന്നത്. മാത്രവുമല്ല, സർക്കാരിന്റെ തുടർ നീക്കമടക്കം ആലോചന ഉള്ളൊരു ദിവസം തന്നെ രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ഈ ചിത്രം പങ്കുവെക്കുന്നത് സ്വാഭാവികമായും അവർക്കത് പലതരത്തിൽ വ്യാഖ്യാനിക്കാം, അല്ലെങ്കിൽ വിശദീകരിക്കാം. പക്ഷേ എങ്കിൽ കൂടി അതിന് ചില രാഷ്ട്രീയ തലങ്ങളുണ്ട്. ഈ വിവാദവുമായി ബന്ധപ്പെട്ട ചില മറ്റ് അർത്ഥതലങ്ങളും ഈ വിഷയത്തിലുണ്ട്. അനുജ, അതാണ് താൻ ഉറച്ചു തന്നെയാണ് ഈ കാര്യത്തിൽ എന്നത് ഗവർണർ സൂചിപ്പിക്കുകയാണ്. അദ്ദേഹം ചിത്രങ്ങൾ കൂടി പങ്കുവച്ചിരിക്കുകയാണ്. രാജ്ഭവനിൽ നടന്ന അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടി അത് ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് അദ്ദേഹം ഇത്തരത്തിലേക്ക് കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് തെളിയിച്ചതും പുഷ്പാർച്ചന നടത്തിയതും. ആ ചിത്രങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുക കൂടി ചെയ്തിട്ടുണ്ട്. ഇത് തന്റെ പതിവ് രീതിയായിരിക്കുമെന്ന സന്ദേശം ഗവർണർ നൽകുകയാണ്.